നമ്മുടെ ചാനലിൽ നമ്മൾ മൂകാംബികയിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ യാത്ര വീഡിയോ ഇട്ടത് 2024 സെപ്റ്റംബറിലാണ്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ മൂകാംബികയിലേക്ക് പോവുകയാണ്. പക്ഷേ നമ്മളിന്ന് മൂകാംബികയിൽ പോകുന്നത് നമ്മൾ മൂകാംബിക മാത്രമല്ല, നമ്മൾ ഉടുപ്പിയും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ മൂകാംബികയും ഉടുപ്പിയും കൂടെ നമ്മൾ ഒരു ദിവസം കവർ ചെയ്തൊരു യാത്രയാണ് ഇന്ന് പോകാൻ പോകുന്നത്. ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എറണാകുളം ഓക്ക എക്സ്പ്രസ്സിന് കയറിയിട്ട് നമ്മൾ മൂകാംബിക പോവാണ്. മൂകാംബിക അമ്പലത്തിലെ ദർശനമൊക്കെ നടത്തി നമ്മൾ അവിടെ നിന്ന് ഉടുപ്പി പോയിട്ട് ഉടുപ്പി അമ്പലത്തിലും ദർശനം നടത്തിയിട്ട് വരികയാണ്. ഇതൊരൊറ്റ വീഡിയോ ആണ്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മൂകാംബിക പോകുന്ന നമ്മുടെ എറണാകുളം ഓക്ക എക്സ്പ്രസ് ഇവിടെ പ്ലാറ്റ്ഫോം 1 ഓൾറെഡി റെഡിയായി കിടപ്പുണ്ട്. നമ്മൾ സ്ലീപ്പറിനാണ് പോകുന്നത്. ഇത്തവണ നമ്മൾ ഇതിൻ്റെ S4 കോച്ചിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി വിടുന്നതിന് മുമ്പ് ലോക്കോ നോക്കിയിട്ട് വരാം കേട്ടോ ഏതാണെന്ന്. അപ്പോൾ നമ്മുടെ എറണാകുളം ഓക്ക എക്സ്പ്രസ്സിനെ നയിക്കുന്നത് റോയപുരം ഷെഡിൻ്റെ ഒരു WP7 ആണ് കേട്ടോ, 37017. ഈ എറണാകുളം ഓക്ക എക്സ്പ്രസ്സിന് എപ്പോഴും ഈ ഹൈ റൈസ് പാൻറ്റോഗ്രാഫുള്ള ലോക്കാണ് ഇവർ കൊടുക്കുന്നത്. കാരണം ഇത് മറ്റേ ഡബിൾ സ്റ്റാക്ക് സെക്ഷനിൽ കൂടെ പോകുന്നൊരു വണ്ടിയാണ്. അതായത് 2 കണ്ടെയ്നർ ഇങ്ങനെ മോളി വെച്ച് പോകുന്ന ഒരു സെക്ഷനുണ്ട് ഗുജറാത്തിൽ. അപ്പോൾ ആ സെക്ഷനിൽ നല്ല ഉയരത്തിൽ പൊങ്ങുന്ന പാൻറ്റോഗ്രാഫുള്ള ലോക്കോ വേണം. അപ്പോൾ അതാണിത്. റോയപുരത്തിന് ഒരു WP7 ആണ്, 37017. അപ്പോൾ നമ്മുടെ എറണാകുളം ഓക്ക എക്സ്പ്രസ്സിൽ ക്രൂ ഒക്കെ കയറുന്നുണ്ട്. ഇതിൽ നമ്മുടെ ലോക്കോപ്പയിൽ ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. ആ ചേച്ചി അത്യാവശ്യം നല്ല ഫേമസ് ആണ്. കാരണം ഒരിടയ്ക്ക് ഇതേപോലെ വുമൻസ് ഡേക്ക് വേനാട് എക്സ്പ്രസ് ഓടിക്കാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് കയറി ആ ചേച്ചിയാണ്. ആ ചേച്ചിയുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. ന്യൂസിലൊക്കെ വന്നായിരുന്നു ആ ചേച്ചി. അപ്പോൾ ആ ചേച്ചിയാണ് നമ്മുടെ എറണാകുളം ഓക്ക എക്സ്പ്രസിൻ്റെ LP. അപ്പോൾ ഇന്ന് നമ്മുടെ ഓക്ക എക്സ്പ്രസ്സിന് വുമൻ പവറാണ് കേട്ടോ. നമ്മൾ എറണാകുളം ഓക്ക എക്സ്പ്രസ്സിന് അഹമ്മദാബാദ് വരെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളന്ന് IPL കാണാൻ പോയത് ഈ ഓക്ക എക്സ്പ്രസ്സിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്ലീപ്പർ നമ്മൾ അഹമ്മദാബാദ് വരെ ശരിക്കും യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് 12 സ്ലീപ്പറുള്ളൊരു വണ്ടിയാണ്. ഇതിന് AC വളരെ കുറവാണ്. 12 സ്ലീപ്പറുണ്ട് മൊത്തത്തിൽ പോരെ. പിന്നെ ജനറൽ, പിന്നെ ആകെ ഇതിനൊറ്റ സെക്കൻഡ് AC ഉള്ളൂ. പിന്നെ 2-3 തേർഡ് AC അത്രേ ഉള്ളൂ. ഇതിന് ഫ്രണ്ടിൽ ഒറ്റ സ്ലീപ്പർ തുടക്കമാണ്. S12 ആണ് ആദ്യം. നമ്മുടെ ഏകദേശം നടുക്കായിട്ട് ഒരു S4, 12ാമത്തെ കോച്ച് പൊസിഷനാണെന്ന് തോന്നുന്നു. ഇത് നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ, നല്ല വണ്ടിയാണ്. നല്ല ഇവർ ഈ എറണാകുളം കോച്ചിൻ്റെ പോയി വണ്ടി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും. അക്കത്തൊക്കെ നല്ല വൃത്തിയാണ്. അപ്പോൾ എൻ്റെ കോച്ച് ഇതാണ് കേട്ടോ. ഇതല്ല, എന്നെ തൊട്ടപ്പുറത്തെ S4 2022 ഉണ്ടാക്കിയ ഒരു കോച്ചാണ്. വലിയ കുഴപ്പമില്ല കണ്ടിട്ട്. ഇതെന്ത് അടച്ചിട്ടേക്കുവാണ്, ഇപ്പുറത്തോടെ കയറാം. പക്ഷെ കോച്ചൊക്കെ വണ്ടി ഞാൻ തുറന്നിട്ടേക്കുവാണ്. പക്ഷേ ചില വാതിലൊക്കെ അടച്ചിട്ടേക്കുവാണ്. ഈ കോച്ച് ശോകമാണ് കേട്ടോ. S5, പക്ഷേ S4 പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ് ലോവറാണ് ബെർത്ത് 31 കേട്ടോ, 4ാമത്തെ റോയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെർത്ത്, സൈഡ് ലോവർ 31. ഞാൻ ഈ വണ്ടിക്ക് ശരിക്കും കറണ്ട് ബുക്കിംഗ് എടുത്തതാണ്. നേരത്തെ ബുക്ക് ചെയ്തതല്ല, കറണ്ട് ബുക്കിംഗ് എടുത്താണ്. പക്ഷേ ഇങ്ങോട്ട് വരുന്നത്, നാട്ടിലേക്ക് വരുന്നത് നേരത്തെ എടുത്ത കേട്ടോ. നിങ്ങൾ ഈ മൂകാംബികയെ പോകാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ ബുക്ക് ചെയ്യാം. സഡൻ പ്ലാൻ ആണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലിസ്റ്റ് ബുക്ക് ചെയ്താലും കൺഫേം ആകും. കാരണം ഇതിന് ഞാൻ നേരത്തെ നോക്കിയപ്പോൾ വെയിറ്റ് ലിസ്റ്റ് 89 ആയിരുന്നു. പക്ഷേ ചാർട്ട് വന്നപ്പോഴേക്കും മൂകാംബിക വരെ 157 സീറ്റ് ഉണ്ടായിരുന്നു സ്ലീപ്പറിൽ, കറണ്ട് ബുക്കിംഗ് പോരെ. അപ്പോൾ മൂകാംബിക വരെ അത്യാവശ്യം സീസൺ അല്ലാത്ത സമയത്തൊക്കെ ടിക്കറ്റ് കിട്ടും. ഞാനങ്ങനെയാണ് കറണ്ട് ബുക്കിംഗ് എടുത്തത്. എനിക്കറിയാം ഇത് അങ്ങനെ വരത്തുള്ളത്. അതുകൊണ്ട് എത്ര വെയിറ്റ് ലിസ്റ്റ് ആണെങ്കിലും സീസൺ അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ ഏത് വണ്ടിയാണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് മുംബൈ കഴിഞ്ഞ് പോകുന്ന ഏത് വണ്ടിയാണെങ്കിലും കൺഫേം ആവും. കേരളത്തിന് മൂകാംബിക പോകാൻ വേണ്ടി ശരിക്കും ആകെ ഡെയിലി ഉള്ള ഒറ്റ വണ്ടിയുള്ളൂ, നേത്രാവതി. മൊത്തത്തിൽ 10 വണ്ടിയുണ്ട്, പക്ഷേ എല്ലാം വീക്ക്ലി ബൈ വീക്ക്ലി ഒക്കെയാണ്. നമ്മൾ പോകുന്ന ഈ ഓക്ക എക്സ്പ്രസ് ഉണ്ടല്ലോ, ട്രെയിൻ നമ്പർ 16338. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 ദിവസമാണുള്ളത്, വെനസ്ഡേയും ഫ്രൈഡേയും. ഇത് രാത്രി 8:25 എറണാകുളത്ത് നിന്ന് എടുത്തിട്ട് അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് ഇത് ബൈൻഡൂർ മൂകാംബിക റോഡിലെത്തും. അപ്പോൾ ഈ ടൈം സ്ലോട്ടിൽ ശരിക്കും വേറെ 2 വണ്ടിയും കൂടെ ഉണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം വെരാവൽ എക്സ്പ്രസ്സും നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്സും. അങ്ങനെ നമ്മുടെ മൂകാംബിക യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ എറണാകുളം ഓക്ക എക്സ്പ്രസ് കറക്റ്റ് 8:25 ആയപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന്. നമ്മുടെ കോച്ച് ഇപ്പോൾ കാലിയാണ് കേട്ടോ, ഒറ്റ മനുഷ്യല്ല. കാരണം ഇവിടെ നിന്ന് ഈ കോച്ചിൽ നിന്ന് എല്ലാവരും തൃശ്ശൂരിനാണ് ബുക്ക് ചെയ്തേക്കണേ. അപ്പോൾ തൃശ്ശൂരിന് ആൾ കയറുന്ന കോച്ചാണ്. അതുകൊണ്ട് ഇപ്പോൾ വണ്ടി കാലിയാണ്, ആരുമില്ല. തൃശ്ശൂരാകുമ്പോൾ ഫുള്ളാവും വണ്ടി. നമ്മുടെ ഓക്ക എക്സ്പ്രസ് അങ്ങനെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ എത്തുമ്പോഴേക്കും നമ്മുടെ വണ്ടി ഫുള്ളാവും.
ഇതിന് പിന്നെ രാത്രിയിൽ കുറേ സ്റ്റോപ്പുകളുള്ളൊരു വണ്ടിയാണ് ഈ ഓക്ക എക്സ്പ്രസിൻ്റെ സ്ലോട്ടിലുള്ള ഈ വെരാവല് ഗാന്ധിധാം എല്ലാത്തിനും രാത്രിയിൽ ഒരുപാട് സ്റ്റോപ്പുണ്ട്. ഈ സ്ലോട്ടിലുള്ള വണ്ടികളുണ്ടല്ലോ, ഈ ഓക്ക എക്സ്പ്രസ് വെരാവലൊക്കെ മൂകാംബിക പോകാൻ പറ്റിയ അത്യാവശ്യം നല്ല വണ്ടികളാണ്. കാരണം നല്ല ടൈമിംഗ് ആണ്. രാത്രി ഇവിടുത്തെ കയറി കിടന്നാൽ മതി, രാവിലെ ആകുമ്പോൾ മൂകാംബിക എത്തും 7 മണിയാകുമ്പോൾ. നമ്മുടെ ഓക്ക എക്സ്പ്രസ് അങ്ങനെ ഒരു 7 മിനിറ്റ് ലേറ്റോടുകൂടി ഷൊർണൂർ ജംഗ്ഷനിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം സ്റ്റോപ്പാണ് കേട്ടോ, ഫുള്ള് സ്റ്റോപ്പാണ്. നമ്മളങ്ങനെ ഷൊർണൂരെത്തി. ഇതിന് ക്രൂസ് ചേഞ്ച് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, ഷൊർണൂരാണോ കോഴിക്കോടാണോ, മിക്കവാറും ഷൊർണൂരാവാനാണ് ചാൻസ്. ഈ വണ്ടിയുടെ റണ്ണിങ് ഒക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ എല്ലാം വളരെ ശോകമായിരുന്നു. മീൻസ് നല്ല ലേറ്റായിരുന്നു. മൂകാംബിക ഒക്കെ എത്തിക്കൊണ്ടിരുന്ന 7 മണിക്ക് പകരം 9 മണി, ചില ദിവസം 8 മണി, അങ്ങനെയൊക്കെയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്താണോ എന്തോ. ഇവിടെ കിടക്കുന്ന നമ്മുടെ ഭാവനഗർ തിരുവനന്തപുരം നോർത്ത് വീക്കിലി എക്സ്പ്രസ് ആണ് കേട്ടോ. അത് 1.5 മണിക്കൂറിൽ കൂടുതൽ കണ്ട് ലേറ്റാണ്. അത് കുറേ നേരം അവിടെ പിടിച്ചിട്ടേക്കുന്നത്. ഞാൻ തൃശ്ശൂർ വിട്ടപ്പോൾ തൊട്ട് ഈ സാധനം ഇവിടെ പിടിച്ചിട്ടേക്കുവാണ്, അറിയോ, ഇതുവരായിട്ടും വിട്ടിട്ടില്ല. ഈ ഭാവനഗർ കൊച്ചുവേളിക്കും ഇതേപോലെ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. നമ്മൾ കയറി വന്ന ഉടനെ തന്നെ അത് കണ്ട് വിടുക കേട്ടോ, ഹോണൊക്കെ അടിച്ച്. അപ്പോൾ അത് കണ്ട് ഇവിടെ നിന്ന് പോകും. സമയം ഇപ്പോൾ രാവിലെ 6:15. നമ്മളിപ്പോൾ ഉടുപ്പി എത്തിയുള്ളൂ. വണ്ടി 40 മിനിറ്റ് ലേറ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് രാത്രിയിലാണ് ഈ ലേറ്റ് ആവണേ. എവിടെ ലേറ്റ് ആകാത്ത ഒരു പിടുത്തം കിട്ടത്തില്ല. മംഗലാപുരത്തിന് മുമ്പാണ് ലേറ്റ് ആവണേ. എനിക്കൊത്ത് രാത്രി വല്ല പണി കാരണം വല്ല റെഗുലേഷൻ വല്ല ഉണ്ടാവും. ഇനി ഇവിടെ നിന്ന് ഒരു മണിക്കൂർ വേണം. നമ്മുടെ ഓക്ക എക്സ്പ്രസ് ഇപ്പം കുന്താപുര സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൂകാംബിക സ്റ്റോപ്പ് ഇല്ലാത്ത വണ്ടികളാണെങ്കിൽ ഇപ്പോൾ കുന്താപുരമൊക്കെ ചിലതിന് സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പോൾ കുന്താപുര ഇറങ്ങിയാലും നമുക്കിതേപോലെ മൂകാംബികയെ പോകാൻ പറ്റും. കുന്താപുര ഇറങ്ങാൻ വേണ്ടി ഉടുപ്പി ഇറങ്ങിയിട്ട് പോകുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ പല വഴിക്ക് നമുക്ക് പോകാൻ പറ്റും. ഉടുപ്പി സ്റ്റോപ്പുള്ള വണ്ടികൾ മാത്രമാണെങ്കിൽ ഉടുപ്പിയിൽ ഇറങ്ങിയാലും പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് കുന്താപുര സ്റ്റേഷൻ. കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങി അമ്പലത്തിൽ പോകുന്നവരുണ്ട് കേട്ടോ, ഈ മൂകാംബിക സ്റ്റോപ്പില്ലാത്ത വണ്ടികളാണെങ്കിലേ. കൊങ്കൺ റെയിൽവേ ആണല്ലോ, അപ്പോൾ ഇവിടെ നമുക്ക് ക്രോസിംഗ് ഉണ്ട്. ക്രോസിങ്ങിന് വേണ്ടി വരുന്നത് 3.25 മണിക്കൂർ ലേറ്റായിട്ട് ഓടുന്ന ശ്രീഗംഗാനഗർ കൊച്ചുവേളി എക്സ്പ്രസ് ആണ് കേട്ടോ. അപ്പോൾ അത് വന്നിട്ടേ ഇനി നമ്മൾ പോകത്തുള്ളൂ. മൂകാംബിക റോഡ് എത്തുന്നതിന് മുമ്പുള്ളൊരു സ്റ്റേഷനാണ് ഈ ബിജൂർ. അവിടെ കൊണ്ട് ക്രോസിങ്ങിന് ഒതുക്കി മത്സ്യഗന്ധ വരാൻ വേണ്ടിയിട്ട്. മത്സ്യഗന്ധ കണ്ട് വരുന്നുണ്ട്. മത്സ്യഗന്ധ വന്നിട്ട് ഇനി പോകത്തുള്ളൂ. ഇതിന് തൊട്ടടുത്ത സ്റ്റോപ്പാണ് വൈൻഡൂർ.
ബിജൂര് വിട്ടുകൊണ്ട് നമ്മൾ കണ്ട് മൂകാംബിക റോഡ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ മൂകാംബിക റോഡിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നത് ട്രെയിൻ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എടുത്ത സൈഡിലാണ്. ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമുള്ളൊരു സ്റ്റേഷനാണ് ഈ ബൈൻഡൂർ മൂകാംബിക റോഡ്. അപ്പോൾ അതുകൊണ്ട് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടത്ത സൈഡ് നോക്കിയെങ്കിൽ നിന്നാൽ മതി. ഈ കാണുന്ന കുഞ്ഞ് സ്റ്റേഷനാണ് നമ്മുടെ ബൈൻഡൂർ മൂകാംബിക റോഡ് സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇനി കുറച്ച് പോകണം മെയിൻ റോഡ് പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നമുക്ക് ബസ് പിടിച്ചാണ് ഞാൻ പോകുന്നത് അമ്പലത്തിലേക്ക്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബൈൻഡൂർ മൂകാംബിക റോഡ്. കുഞ്ഞ് സ്റ്റേഷനാണ്, പക്ഷേ ഇവിടെ എല്ലാ സൗകര്യമുണ്ട്. ഇവിടെ ഇല്ലാത്ത സംഭവമൊന്നുമില്ല, വാഷ്റൂം എല്ലാം ഉണ്ട്. ഇതിൻ്റെ തൊട്ട് പുറത്ത് തന്നെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. ഈയിടെ ഇങ്ങനെ തുടങ്ങിയാണ്, ഈയിടെയല്ല കുറച്ചാളായി. എല്ലാ സൗകര്യമുണ്ട് ഇവിടെ, ഹോട്ടൽ സംഭവങ്ങളെല്ലാം ഉണ്ട്, വെയിറ്റിംഗ് ഹോള് എല്ലാം ഉണ്ട് ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ കണ്ടോ, തൊട്ട് മുന്നിൽ തന്നെ ഒരു ഹോട്ടലും ഉണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ട്രെയിനിൽ വന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി പുറത്ത് പോവുകയാണ്. വണ്ടി ഓൾമോസ്റ്റ് ഒരു പകുതിയോളം ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പോൾ ഇവർ ചിലപ്പം 1-2 ദിവസത്തേക്കൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ 1 ഡേ പ്ലാനാണ് കേട്ടോ. നമ്മൾ തൊഴുതിട്ട് ഇവിടെ നേരെ ഉടുപ്പി പോയി അങ്ങനെ പോകും. ഞാൻ തൊഴുത് വന്നിട്ട് നമുക്ക് സ്റ്റേഷനും കാര്യങ്ങൾ കാണിച്ചു തരാം. കാരണം ഇവിടെ നിന്ന് നമ്മളിനി ഇവിടെ നിന്ന് ബസ് കിട്ടിപ്പോകണം. അപ്പോൾ ബസ് ഉടനെങ്ങാണ്ട് ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ബസ് എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എന്നിട്ട് നമുക്ക് സ്റ്റേഷനിൽ വന്നിട്ട് തിരിച്ച് സ്റ്റേഷനിൽ വന്നിട്ട് കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ. നമ്മൾ വന്ന ഓക്ക എക്സ്പ്രസ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ 7:30 ആയപ്പോഴാണ് വന്നത്, അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ടാക്സിയും ഓട്ടോ ഒക്കെ കിടക്കുന്നത് കാണാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മളിവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. കാരണം ഇപ്പോൾ ഉടനെ തന്നെ ഒരു ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു പോയി എത്തില്ല, ശരിക്കും നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഓട്ടോ എടുത്ത് പോവാണ്. അവിടെ നിന്ന് ഒരു 30 രൂപ പോയിട്ടേ ഉള്ളൂ ഈ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ ഓൾറെഡി ഒരു ബസ് റെഡി കിടപ്പുണ്ട്. ആ ബസ് ഇപ്പോൾ എടുത്തുകൊണ്ട് വരുമൊക്കെ കണ്ടോ. അത് ഒരു ബോർഡ് കണ്ടോ നിങ്ങൾ, സോമേശ്വർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്, കൊല്ലൂർ ബൈൻഡൂർ. അപ്പോൾ ഈ കൊല്ലൂർ ബൈൻഡൂർ ഇഷ്ടംപോലെ ഇതേപോലെ പ്രൈവറ്റ് ബസ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം ബൈൻഡൂരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൊല്ലൂർക്കാണ് പോകേണ്ടത്. ഈ വണ്ടി ഇപ്പോൾ ഇവിടെ നിന്ന് വിടുന്നു കേട്ടോ, ആൾക്കാരൊക്കെ കയറിയിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി കയറാം. ഇതാണ് കൊല്ലൂർ പോകുന്ന വണ്ടി. ഇവിടെ നിന്ന് 29 കിലോമീറ്റർ ഉണ്ട് മൂകാംബിക അമ്പലത്തിലേക്ക്. ഞാനതാണ് വേഗം വന്നത്, കാരണം സീറ്റ് കിട്ടത്തില്ല. അപ്പോൾ അതാണ് വേഗം ഓട്ടോ പിടിച്ച് വന്നത്. എനിക്കറിയാം ഇപ്പോഴൊരു ബസ് ഉണ്ടെന്ന്, കാരണം ട്രെയിൻ വിടുന്നതനുസരിച്ച് ഇവിടെ നിന്ന് ഓരോ ബസ് ഉണ്ടാവും. നമ്മളങ്ങനെ ഒരു 7:45 ആയപ്പോൾ ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി നേരെ കുറച്ച് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ കൊല്ലൂർ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ചാർജ് ആയത് ബൈൻഡൂരിൽ നിന്നും കൊല്ലൂർ വരെ 50 രൂപയാണേ. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി. ഇവിടെ ശ്രീ മൂകാംബിക ടെമ്പിൾ നമ്മുടെ ബസ് സ്റ്റാൻഡ്, കൊല്ലൂർ ബസ് സ്റ്റാൻഡാണിത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇനി നടക്കാനുള്ള ദൂരമുള്ളൂ അമ്പലത്തിലേക്ക്. അതിന് ഇവിടെ ഫ്രഷ് ആവണം. ഇവിടെ വന്ന ഒരു മിനി കേരളം പോലാണ്. റൂം വേണോ ഇങ്ങനെ ചോദിച്ചോട്ട് ആൾക്കാർ വരും. കേരള ഫുഡും എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. അറിയാമല്ലോ, വരുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മലയാളത്തിലാണ് എല്ലാ ബോർഡും കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഫ്രഷപ്പ് ആവാം. ഒരു 500 അടുപ്പിച്ചൊക്കെ കൊടുക്കേണ്ടി വരും, ചിലയിടത്ത് 300 ആ റേഞ്ചൊക്കെ ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട്, യമുന വിഹാർ, ഇവിടെ കയറി നമുക്ക് ഫ്രഷപ്പ് ആവാം. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത റൂം, നോൺ എ സി റൂമാണ്. ഇതിന് വലിയ പൈസ ഒന്നും വരത്തില്ല, എന്തായാലും ഒരു 500 താഴെ 500 ആ റേഞ്ചൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഫ്രഷ് ആവാൻ വേണ്ടി എല്ലായിടത്തും ഇതേപോലെ റൂം കിട്ടും. വേണമെന്ന് ചോദിക്കും. അപ്പോൾ കുളിച്ചൊരുങ്ങി ഫ്രഷായി ഇനി നമുക്ക് നേരെ ദർശനത്തിന് പോകാം. ശരിക്കും ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ഷിമോഗയ്ക്ക് പോകുന്നൊരു ഹൈവേ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് കുടജാദ്രി ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നേരെ പോയാൽ ഷിമോഗ എത്തും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അപ്പോൾ ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു 5 രൂപ കൊടുത്താൽ നമ്മുടെ ചെരുപ്പ് അവിടെ അവർ വെക്കും. എന്നിട്ട് നമുക്ക് ദർശനത്തിന് പോകാം. ഇപ്പോൾ ഇവിടെ തിരക്കൊട്ടുമില്ല. സീസൺ അല്ലാത്ത സമയത്തൊന്നും ആരും കാണത്തില്ല. നമ്മൾ സാധാരണ അമ്പലത്തിൽ പോയി തൊഴുന്ന പോലെ ഇരിക്കത്തുള്ളൂ. ഒട്ടും തിരക്കില്ല, ആരുമില്ല, സുഖമായിട്ട് തൊഴാൻ പറ്റുന്നത്.
നമ്മളങ്ങനെ തൊഴുത് വന്നിരിക്കുകയാണ്. തൊഴുത് വന്ന് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ലഡ്ഡു പ്രസാദം കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലത്തേക്ക്. ഇപ്പം നല്ല തിരക്കായി വരികയാണ്. നമ്മൾ തൊഴുത് വന്നപ്പോഴേക്കും ഞാൻ ഇത്രയും നാളെ വന്നതിൽ അത്യാവശ്യം തിരക്ക് ഫീൽ ചെയ്തിരുന്നതാണ്. പക്ഷേ നമുക്ക് തൊഴാൻ വേണ്ടി ആകെ 15 മിനിറ്റ് എടുത്തുള്ളൂ. തിരക്കില്ലാത്ത സമയത്തൊക്കെ വരികയാണെങ്കിൽ ഒരു മണിക്കൂറിലും വേണ്ട ഫുള്ള് തൊഴുതിറങ്ങാൻ വേണ്ടിയിട്ട്. മഴയത്ത് പറഞ്ഞു ഇവിടെ മഴയത്ത് അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. കിട്ടില്ല ക്ലൈമറ്റും ഫോഗൊക്കെ ആയിട്ട് മഴയത്താണ് ശരിക്കും സൂപ്പർ. അങ്ങനെ നമ്മൾ തൊഴുത് പുറത്ത് വന്നിരിക്കുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് ആകെ ഒരു 15 മിനിറ്റ് എടുത്തുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. ഇപ്പോൾ നല്ല ചൂടുള്ള ഒരു ടൈം ആയതുകൊണ്ടേ നല്ല പുഴുങ്ങും ഇവിടെ നിന്നാൽ. ഞാൻ രാവിലെയൊക്കെ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അമ്പലത്തിൽ പോയി വന്നിട്ടാണ് കഴിക്കാറുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ കഴിക്കുന്നൊരു സ്പോട്ടുണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഒരു മഹാലക്ഷ്മി വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ആയിട്ടാണ് നല്ല ഫുഡ് കിട്ടും. പക്ഷേ കന്നഡ ഫുഡാണ്, എനിക്കതാണ് ഇഷ്ടം. ഇവിടെ വന്നിട്ട് മലയാളി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എനിക്കത്ര താല്പര്യമൊന്നുമില്ല. നമ്മളേലും ഒരു സംസ്ഥാനത്ത് പോകുകയാണെങ്കിൽ അവിടുത്തെ ഫുഡ് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ അത്രയ്ക്ക് വെറുത്ത് പോകുമ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഈ ഡാലും അതിട്ടൊക്കെ വെറുത്ത് പോകുമ്പോഴാണ് നമ്മൾ കേരള ഫുഡ് കഴിക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് തന്നെ കഴിക്കാനാണ് എനിക്കിഷ്ടം. ഈ മൂകാംബി അമ്പലത്തിനടുത്ത് തന്നെയുള്ള അത്യാവശ്യം വലിയൊരു പ്രീമിയം ഹോട്ടൽ എന്നാണ് പറയുന്നൊരു ഹോട്ടലാണിത്, മഹാലക്ഷ്മി റെസിഡൻസി. പിന്നെ താഴെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇവരുടെയാണ്. പക്ഷേ വലിയ പൈസ ഒന്നുമില്ല കേട്ടോ, നല്ല ഫുഡ് കിട്ടും അവിടെ. ഞാൻ അവിടെ നിന്നാണ് കഴിക്കാറ് എപ്പോഴും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഗീ മസാല ദോശയാണ്. ഇവിടുത്തെ കർണാടക സ്റ്റൈൽ സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂകാംബി അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിനി ബൈണ്ടൂർ പോവാണ്. അവിടെ നിന്ന് നമ്മൾ ഉടുപ്പി പോവും. അപ്പോൾ എനിക്ക് ആ റൂമിൻ്റെ ഫ്രഷപ്പിന് വേണ്ടി ആയാലും 300 രൂപയാണ്. ഇവിടെ എല്ലായിടത്തും 300 രൂപ ആ റേഞ്ചൊക്കെയാണ്. അപ്പോൾ 300 രൂപയാണ് ഫ്രഷ് ആവാനായത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് തിരിച്ചിനി ആ ബസ് സ്റ്റാൻഡിൽ നടന്നു പോയിട്ട് അവിടെ നിന്ന് ബസ് എടുത്തിട്ട് ബൈണ്ടൂർ പോവാം. ഇവിടെ നിന്ന് ഡയറക്റ്റ് ഉടുപ്പിക്ക് ബസ്സുണ്ട്, പക്ഷേ എനിക്ക് ബസ്സിന് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ബസ്സിന് പോകാം, പക്ഷേ 2 മണിക്കൂർ അടുപ്പിച്ച് എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം ദൂരമുണ്ട്. എനിക്ക് ബസ്സിലിരുന്ന് പോകാൻ വയ്യാത്തതുകൊണ്ടാണ്. ഉച്ചയ്ക്ക് ഒരു 1 മണിക്കൊരു വണ്ടിയുണ്ട്, മറ്റേ CSMT മംഗലാപുരം. അത് കിട്ടുമോ അറിയത്തില്ല, കിട്ടിയില്ല പിന്നെ വൈകിട്ടേ ഉള്ളൂ. എന്തായാലും നോക്കാം. അങ്ങനെ തിരിച്ച് ബാക്ക് ടു വീണ്ടും നമ്മൾ മൂകാംബിക ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ബൈണ്ടൂർ ബസ്സിൽ കയറി പോകണം. ബൈണ്ടൂർ ബസ്സിന് അത്ര ഫ്രീക്വൻസി ഒന്നുമില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ. ഇത് എവിടെ നിന്നൊന്നും അറിയത്തില്ല. ഏലും വണ്ടി കയറി പോകണം ഇനി. ഈ വണ്ടി ബൈണ്ടൂർ പോകും കേട്ടോ. അവിടെ മുന്നേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ കയറി എടുത്തു. നമ്മൾ നേരത്തെ ഇരുന്ന സെയിം സീറ്റ്. നമ്മൾ തിരിച്ചു പോകുന്ന വണ്ടിയിൽ ആരുമില്ല കേട്ടോ, കാലിയാണ് സത്യം പറഞ്ഞത്. മനുഷ്യന്മാരിൽ ഇത് കണ്ടോ, ആരും നമ്മൾ കുറച്ച് പേര് മാത്രമാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ബസ്സിന് വന്ന് ഇവിടെ ബൈണ്ടൂർ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് നടന്ന് പോകാൻ കാരണം സമയമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇനി ഉടുപ്പിക്ക് പോകേണ്ട വണ്ടി 1:30 ആവും വരാൻ വേണ്ടിയിട്ട്. വണ്ടി എല്ലാം ലേറ്റാണ്. കൊങ്കണിൽ ഇപ്പോൾ വണ്ടി എല്ലാം ലേറ്റായിട്ടാണ് ഓടുന്നത്. ഇപ്പോൾ 1:30 കണ്ടാണ് വണ്ടി അവിടെ ഉടുപ്പി പോകാൻ വേണ്ടി. പിന്നെയുള്ള വണ്ടി വൈകിട്ടാണ്, അത് 5 മണി റേഞ്ചിലാണ്. അപ്പോൾ ഈ ഉച്ചക്കത്തെ വണ്ടിക്ക് പോകാം. അങ്ങനെ നമ്മൾ തിരിച്ച് ഉടുപ്പി പോകാൻ വേണ്ടി നമ്മൾ ബൈണ്ടൂർ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ ടാക്സി കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അമ്പലത്തിൽ പോകാൻ ഒരു പന്നുമില്ല. ഇഷ്ടം എല്ലാം ഒമിനിയാണ് കേട്ടോ, കൂടുതൽ ഒമിനിയും പിന്നെ സുമോ അങ്ങനത്തെ ടാക്സികളൊക്കെയാണ് എല്ലാം. ഇവിടെ സ്റ്റേഷനിൽ വരുമ്പോഴേക്കും കൊങ്കൺ റെയിൽവേയുടെ ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇത് IRCTCയുടെ അല്ല, കൊങ്കൺ റെയിൽവേയുടെ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 50 രൂപയാണ് 1 മണിക്കൂറത്തേക്ക്. രണ്ടും പ്രീമിയം ആണെങ്കിലും സിംഗിൾ ആണെങ്കിലും. പിന്നെ ഇവിടെ താഴെ ഫെസിലിറ്റീസ് ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ഇത് AC ആണ്, പിന്നെ ഡ്രിങ്കിങ് വാട്ടർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വെജ് റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാൻ പറ്റും, ഒരു കാരവല്ലി വെജ് റെസ്റ്റോറൻറ്റ് തന്നെ. ഇവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടും, നല്ല ഫുഡാണ് ഇവിടുത്തെ. മീൽസ് സംഭവങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഫുഡ് വേണമെങ്കിൽ ഇവിടെ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഉടുപ്പിക്ക് പോകാൻ പോകുന്നത് മറ്റേ ലേറ്റായിട്ട് വരുന്ന ഒരു വണ്ടിയുണ്ട്, ഒരു മുംബൈ CSMT മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ്. ആ വണ്ടീനെ കൊങ്കണിൽ ഇവിടെ റോക്കറ്റ് എന്നൊക്കെ പറയും. മൂകാംബിക സ്റ്റേഷന് തൊട്ട് മുന്നിലായിട്ട് ഞാൻ ആദ്യം കാണിച്ചില്ല, ഒരു ഹോട്ടലുണ്ട്. അവിടെ ബാറും എല്ലാ സംഭവവും നോൺ വെജും വെജും എല്ലാം കിട്ടും അവിടെ. അപ്പോൾ രാത്രിയിലൊക്കെ വരുവാണെങ്കിൽ സ്റ്റേ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്ത് റൂം എടുക്കാം. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഡെയിലി മൂകാംബികയിലേക്ക് വണ്ടിയുള്ള ആകെ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, നേത്രാവതി മാത്രമേ ഉള്ളൂ. നേത്രാവതിയുടെ വെളുപ്പിന് 1:20 അപ്പോൾ നിങ്ങൾക്ക് മൂകാംബിക അമ്പലത്തിൽ ഇതേപോലെ നിർമ്മാല്യമൊക്കെ തൊഴാൻ പോകണമെങ്കിൽ നേത്രാവതിക്ക് അറിയാൻ മതി. നേത്രാവതിക്കായിട്ട് എനിക്ക് ഇവിടെ വെളുപ്പിന് എന്തെങ്കിലും ടാക്സിയൊക്കെ ഉണ്ടാവും, ബസ് കാണത്തില്ല, ടാക്സി ഉണ്ടാവും. ടാക്സി പിടിച്ച് നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ തലേ ദിവസം വന്ന് സ്റ്റേ അടിക്കണം. പക്ഷേ ഞാൻ മൂകാംബികയിലേക്ക് വരാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് വണ്ടികളാണ് പറയാൻ പോകുന്നത്. അത് ആഴ്ചയിൽ 1-2 ദിവസങ്ങളൊക്കെ വണ്ടികളാണ്. നമ്മൾ ഈ വന്ന എറണാകുളം ഓക്ക എക്സ്പ്രസിൻ്റെ സ്ലോട്ടിലുള്ള വണ്ടികളുണ്ട്. അതായത് എറണാകുളം ഓക്ക എക്സ്പ്രസ് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയാണുള്ളത് എറണാകുളത്ത് നിന്ന്. അത് രാവിലെ ഒരു 7 മണിക്ക് എത്തും. പിന്നെ ആ സെയിം ടൈം സ്ലോട്ടിൽ തന്നെയുള്ള വീക്ക്ലി വണ്ടികൾ വേറെയുണ്ട്. അതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്.
അതിലൊരെണ്ണം നമ്മുടെ തിരുവനന്തപുരം നോർത്ത് ഭാവനഗർ ടെർമിനസ് വീക്ക്ലി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 19259 വ്യാഴാഴ്ച മാത്രമുള്ള വണ്ടിയാണ്. അത് ഇവിടെ മൂകാംബികയിൽ രാവിലെ 6:30 എത്തും. പിന്നെ ഉള്ളത് ട്രെയിൻ നമ്പർ 16334 ട്രിവാൻഡ്രം വെരാവൽ എക്സ്പ്രസ്. ഇത് തിങ്കളാഴ്ചയാണ് കേരളത്തിൽ നിന്നുള്ളത്. അത് രാവിലെ ഇവിടെ 7 മണിക്ക് എത്തും. പിന്നെ ഉള്ളത് ട്രെയിൻ നമ്പർ 16312 ട്രിവാൻഡ്രം നോർത്ത് ശ്രീഗംഗാനഗർ എക്സ്പ്രസ്. അത് ശനിയാഴ്ചയാണ് ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കുന്നത്. അപ്പോൾ അത് രാവിലെ 6:50 ഇവിടെ മൂകാംബികയിൽ എത്തുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ വന്ന വണ്ടിയാണ്. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 16338 എറണാകുളം ഓക്ക എക്സ്പ്രസ്. ഇത് രാവിലെ 7 മണിക്ക് മൂകാംബികയിൽ എത്തും. പിന്നെ ഉള്ളത് ട്രെയിൻ നമ്പർ 12978 എറണാകുളത്ത് നിന്നും അജ്മീർ പോകുന്ന മരുസാഗർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. അത് ഞായറാഴ്ചയാണ് കേരളത്തിൽ നിന്ന് എടുക്കുന്നത്. അതും രാവിലെ 7 മണിക്ക് ഇവിടെ ബൈൻഡൂർ മൂകാംബിക റോഡിലെത്തും. രാവിലെ 7 മണിക്ക് ബൈൻഡൂർ മൂകാംബിക റോഡിലെത്തുന്ന വേറൊരു വണ്ടി കൂടെ ട്രെയിൻ നമ്പർ 16336 ചൊവ്വാഴ്ച നാഗർകോവിലിൽ നിന്ന് പുറപ്പെടുന്ന നാഗർകോവിൽ ഗാന്ധിധാം വീക്ക്ലി എക്സ്പ്രസ്. അതും രാവിലെ ഇവിടെ 7 മണിക്ക് എത്തും. പിന്നെ പാലക്കാട് ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ മൂകാംബിക വരണമെങ്കിൽ ബുധനാഴ്ചയും ശനിയാഴ്ചയും കാച്ചിഗുഡയിൽ നിന്ന് വിടുന്ന കാച്ചിഗുഡ മുരുടേശ്വർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. അത് വ്യാഴാഴ്ച വെളുപ്പിനെയും പിന്നെ ഞായറാഴ്ച വെളുപ്പിനെയും 2:30 വെളുപ്പിന് 2:30 അത് പാലക്കാടെത്തും. പാലക്കാട് നിന്ന് വിട്ട് അതിവിടെ ഉച്ചയ്ക്ക് 1 മണിക്ക് ബൈൻഡൂർ മൂകാംബിക റോഡിലെത്തും. അത് ആഴ്ച 2 ദിവസമുണ്ട്. കാച്ചിഗുഡ മുരുടേശ്വർ സൂപ്പർഫാസ്റ്റ്. ആ വണ്ടിയുടെ നമ്പർ 12789 എന്നാണ്. പാലക്കാടുള്ളവർക്ക് വേറൊരു വണ്ടിയും കൂടെ ഉണ്ട്. ട്രെയിൻ നമ്പർ 22630 തിരുനെൽവേലി ദാദർ സൂപ്പർഫാസ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ അത് വൈകിട്ട് ഒരു 4:15 റേഞ്ചിൽ പാലക്കാട് എത്തും. ഇവിടെ രാത്രി 12:30 ബൈൻഡൂർ മൂകാംബിക റോഡിലെത്തും. അത് ഒരു വീക്കിലി വണ്ടിയാണ്. ബുധനാഴ്ച മാത്രമുള്ള ആ വണ്ടി പാലക്കാട് നിന്ന്. അത് തിരുനെൽവേലിയിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ് ആണ്. ഇവിടെ കുറച്ച് വെളുപ്പിന് എത്തണമെങ്കിൽ ഒരു 4:45 റേഞ്ചിൽ എത്തണമെങ്കിൽ പൂർണ്ണ എക്സ്പ്രസ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ട്രെയിൻ നമ്പർ 11098 എറണാകുളത്ത് നിന്നും തിങ്കളാഴ്ച പുറപ്പെടുന്ന പൂനെ പോകുന്ന പൂർണ്ണ എക്സ്പ്രസ്. അതിവിടെ വെളുപ്പിന് 4:45 ആകുമ്പോൾ ബൈൻഡൂരെത്തും. പാലക്കാടുള്ളവർക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമ്മുടെ കോയമ്പത്തൂർ ജബൽപൂർ സ്പെഷ്യൽ. പക്ഷേ ഞാൻ ആ വണ്ടി സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം അത് സ്പെഷ്യൽ ട്രെയിനാണ്. അത് ഏത് കാലത്ത് വരും എപ്പോൾ ഓടുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഓൺ ടൈം ആണെങ്കിൽ ഇവിടെ വെളുപ്പിന് 3:50 എത്തും. വൈകിട്ടൊരു 6-6:30 സമയത്ത് പാലക്കാട് നിന്ന് എടുക്കും. പക്ഷേ അത് നമ്പാൻ പറ്റത്തില്ല. അതിലും ഭേദം നോർമൽ റെഗുലർ വണ്ടി കയറുന്നതാണ്. പിന്നെ ബൈൻഡൂർ മൂകാംബിക റോഡിൽ രാത്രി 8:30 എത്തുന്ന ഒരു വണ്ടിയും കൂടെ ഉണ്ട്. ട്രെയിൻ നമ്പർ 10215 എറണാകുളം മഡ്ഗാവ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. അത് വീക്ക്ലിയാണ്. അത് മൺഡേ മാത്രമുള്ള വണ്ടി കേട്ടോ. അത് മൺഡേ കേരളത്തിൽ നിന്ന് വിട്ട് മൺഡേ രാത്രി തന്നെ ഇവിടെ ബൈൻഡൂർ എത്തും. പിന്നെ രാത്രി 10:30 ഇവിടെ എത്തുന്ന ഒരു വണ്ടികളുണ്ട്. ഈ വണ്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് ബൈൻഡൂർ മൂകാംബികയിലേക്കുള്ള ഫാസ്റ്റസ്റ്റ് കണക്ടിവിറ്റിയാണ്. നമ്മുടെ സ്വന്തം ഗരീബ് രഥ് എക്സ്പ്രസ്. ട്രെയിൻ നമ്പർ 12202 ട്രിവാൻഡ്രം നോർത്ത് മുംബൈ LTT ഗരീബ് രഥ്. അത് രാത്രി 10:20 ആകുമ്പോൾ ഇവിടെ ബൈൻഡൂർ എത്തും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് വരാനുള്ള ഡയറക്റ്റ് ട്രെയിൻസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. ഇത് കൂടാതെ നിങ്ങൾക്ക് ബൈൻഡൂർ സ്റ്റോപ്പില്ലാത്ത വണ്ടികളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുന്താപുരം അല്ലെങ്കിൽ ഉടുപ്പി അല്ലെങ്കിൽ മുരുടേശ്വരമൊക്കെ പോകണം. മുരുടേശ്വരം ഇറങ്ങിയാൽ അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് കിട്ടും കൊല്ലൂരേക്ക് പോകുന്നത്. അതായത് ഡയറക്റ്റ് മൂകാംബിക അമ്പലത്തിലേക്കുള്ള ഡയറക്റ്റ് പ്രൈവറ്റ് ബസ്സൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വരാൻ പറ്റും. ഈ കുന്താപുരം അല്ലെങ്കിൽ വേറെ എനിക്ക് ഇവിടെ സ്റ്റോപ്പില്ലാത്ത വണ്ടികളൊക്കെ വരുവാണെങ്കിൽ കുന്താപുരം അല്ലെങ്കിൽ ഉടുപ്പിയിലൊക്കെ ഇറങ്ങുന്നതായിരിക്കും ബെസ്റ്റ്. ഉടുപ്പി എല്ലാ വണ്ടികളും സ്റ്റോപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉടുപ്പി ഇറങ്ങിയാൽ അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ് കിട്ടും. അല്ലെങ്കിൽ ടാക്സി എങ്ങനെയാണെങ്കിലും വരാൻ പറ്റും. നമുക്ക് ഉടുപ്പിക്ക് പോകേണ്ട നമ്മുടെ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് കണ്ട് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്രയുള്ളൂ ഉടുപ്പിക്ക്. അപ്പോൾ ഇതിൻ്റെ ജനറലിൽ പോവാം. ഇതിൻ്റെ WAP4 ലോക്കോ ആണ് കേട്ടോ. ഇത് ചെറിയ വണ്ടി, ആകെ 15-16 കോച്ചുള്ളൂ കേട്ടോ ഈ വണ്ടിക്ക്. അപ്പോൾ ഇതിൻ്റെ ജനറലിൽ നമുക്ക് പോകാം. ഏറ്റവും പുറയിലത്തെ ജനറൽ 2 ഉണ്ട്, മുന്നിലും ബാക്കിലും വീതം. ഈ കൊങ്കണി കൂടെ പോകുന്ന വണ്ടികളുടെ ജനറൽ കോച്ചുകളെല്ലാം എന്താണ്ട് ഇതേപോലെ ഓൾമോസ്റ്റ് കാലിയായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ. ഈ വണ്ടി 10:30 എത്തേണ്ടതാണ് രാവിലെ ഇവിടെ മൂകാംബികയിൽ. പക്ഷേ എത്തുന്നത് 1:30. അതായത് 3 മണിക്കൂർ ലേറ്റാണ് ഇപ്പോൾ ഈ വണ്ടി. സ്ഥിരം ലേറ്റായിട്ട് ഓടുന്നൊരു വണ്ടിയാണ്. സ്ഥിരം ലേറ്റാണ്.
കാരണം ഇത് മംഗലാപുരത്തിൻ്റെ എപ്പോഴും റീഷെഡ്യൂൾഡ് ഇങ്ങനെ കാണാം. ഇങ്ങനെ നമ്മൾ ബൈണ്ടൂർ മൂകാംബിക റോഡിൽ നിന്നും പുറപ്പെട്ട് ഇനിയിപ്പോൾ ഇതിന് കുന്താപ്പുര സ്റ്റോപ്പുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഉടുപ്പി. ലക്ഷണം കണ്ടിട്ട് ഇവിടെ ബിജൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഒതുക്കാൻ പോകാനോ ഡൗട്ടുണ്ട്. കാരണം മറ്റേ SMVT ബംഗളൂരു മുരുടേശ്വർ എക്സ്പ്രസ് വരുന്നുണ്ട്, അതാണെങ്കിൽ ഒരു 2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ലൂപ്പ് ചെയ്തിട്ട് നമ്മൾ കയറിപ്പോയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ലൂപ്പ് ചെയ്യും, എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് സംഭവിക്കും. ആ വണ്ടി നമ്മൾ വരാൻ വേണ്ടി ലൂപ്പ് ചെയ്തിരിക്കുകയായിരുന്നു, അത് 2 മണിക്കൂർ ലേറ്റാണ്. ആ വണ്ടി എത്തും അറിയത്തില്ല, അതവിടെ ഗാർഡ് സെക്ഷനിൽ എങ്ങാണ്ട് ലേറ്റ് ആയതാണ്. നമ്മളിപ്പോൾ ഇനി കുന്താപ്പുരം എത്തും. നമ്മൾ കുന്താപുരം എത്തി. ഇവിടെ നമുക്കൊരു ക്രോസിംഗ് ഉണ്ട്, നമ്മുടെ തിരുവനന്തപുരം നോർത്ത് മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെ കുന്താപുരയിൽ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വരും, അത് വന്നിട്ട് അതിന് നമ്മൾ പോകത്തുള്ളൂ. ഈയിടെയായിട്ട് എല്ലാം ഇതേപോലെ കൊങ്കൺ റെയിൽവേ കൂടെ ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ, അതായത് ടുവാർഡ്സ് മംഗലാപുരം ഭാഗത്തേക്ക് വരുന്ന വണ്ടിയുടെ എല്ലാം ലേറ്റാണ്. എന്താന്നൊരു പിടിയില്ല. ഇത് ഈ വണ്ടി വന്നിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആവാറായി, ഇതിലായിട്ട് ഈ വണ്ടി വിട്ടിട്ടില്ല പോരെ. ഈ കർണാടക, ഗോവ, മഹാരാഷ്ട്ര ഭാഗത്ത് പകൽ നല്ല ചൂടായപ്പോൾ, കാരണം ഇപ്പോൾ ചൂട് നല്ല ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സമയമല്ലേ, മഴക്കാലം ഇനി ആകുമ്പോഴേ ഇവിടെ എന്തായാലും ഇനി വരാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ചൂടാണ്, നല്ല ചൂടാണ്. രാത്രിയൊക്കെ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര ചൂടാണ്. പകൽ പൊള്ളുമായിരുന്നു, അതുപോലത്തെ ചൂടാണ്. മൺസൂണിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വരാം. മൺസൂണിൽ കിടിലമാണ്. എവിടെ ഈ ഭാഗത്ത് എവിടെ വന്നാലും അടിപൊളിയാണ് മൺസൂണിൽ. ആയപ്പോൾ നമ്മളങ്ങനെ ഉടുപ്പിയിലെത്തി. ഈ വണ്ടി ഇപ്പോഴും 3 മണിക്കൂർ ലേറ്റാണ്. ഇവിടെ സ്റ്റേഷനിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും എല്ലായിടത്തും ടിക്കറ്റ് ചെക്കിങ് ഉണ്ട് കേട്ടോ. ഭയങ്കര ടിക്കറ്റ് ചെക്കിങ് ആണ്, ആരെയും വെറുതെ വിടത്തില്ല. അതുകൊണ്ട് അവിടെ നിൽപ്പുണ്ട് ആൾക്കാർ. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു റാപ്പിഡോ എടുത്തിട്ട് നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു മെയിൻ എൻട്രൻസ്. കാരണം ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇന്ന് വ്യാഴാഴ്ച കൂടാണ്. ഈ വ്യാഴാഴ്ച ദിവസം കൃഷ്ണൻ്റെ അമ്പലത്തിന് നല്ല തിരക്കായിരിക്കും കേട്ടോ.
നമുക്ക് എന്തായാലും പോയി നോക്കാം. തിരക്കുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, നോക്കാം. വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ബാഗ് വെക്കണമെങ്കിൽ തന്നെ ഇവിടെ ഈ ക്യൂ നിൽക്കുന്ന ഇവിടെ തന്നെ ലഗേജ് റൂമുണ്ട്. ഇവിടെ വെക്കാൻ നമുക്ക് 20 രൂപയുള്ള ബാഗ് വെക്കാൻ വേണ്ടിയിട്ട്. കണ്ട് ഇതിൻ്റെ കയറി പോകുന്നത് ഇതിൻ്റെ മുകളിലായിട്ടാണ് ആ ലഗേജ് റൂമുള്ളത്. ചെരുപ്പ് വെക്കാൻ ഇവിടെ കയറുന്ന അവിടെ തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെയും ചെരുപ്പ് വെച്ചിട്ട് നമുക്ക് ഇവിടെ നേരെ ദർശനത്തിന് പോകാം. ഇവിടുത്തെ ഈ ക്ഷേത്രക്കുളമാണ് ശരിക്കും കാണാൻ ഭംഗി. എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ നല്ല പച്ച വെള്ളം, നമുക്ക് കിഡിലോ അല്ലേ, അടിപൊളി. മൊബൈൽ ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇനി നമ്മൾ ദർശനത്തിന് പോവാണ്. ഈ കുളം നൈസാണ് കേട്ടോ. അപ്പോൾ ഇനി ദർശനം കണ്ടു കാണാം. നമ്മളങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് വന്നു. വ്യാഴാഴ്ച കണ്ട് തിരക്കാന്ന് പ്രതീക്ഷ ആരുമില്ല, ഒറ്റ മനുഷ്യനില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ഇതുപോലെ നമുക്ക് രഥങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അത് ഇവിടെ വന്ന് എപ്പോഴും കാണുന്നതാണ് കേട്ടോ. അതൊക്കെ അടിപൊളിയല്ലേ. ഇവിടെ ഈ രഥോത്സവമൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര തിരക്കായി. ഇവിടെ ഇഷ്ടം പോലെ ആളായിരിക്കും. ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇതുപോലെ ഒരു സർക്കുലർ റോഡ് പോലെ ഉണ്ട്. അപ്പോൾ ഈ അമ്പലത്തിനടുത്ത് തന്നെ കുറേ ഫുഡ് സ്പോട്ടുണ്ട്, ഇഷ്ടം പോലെ ഫുഡ് സ്പോട്ടുണ്ട്. അപ്പോൾ ഈ ഉടുപ്പിയിൽ ഞാനും അച്ഛനും അമ്മയും കൂടെ ഞാൻ വ്ളോഗ് ചെയ്യുന്ന സമയത്ത്, ഞാൻ വ്ളോഗിങ് തുടങ്ങിയ സമയത്ത് ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് ഒരു അടിപൊളി ഒരു ഫുഡ് ടൂറും പിന്നെ ഇവിടുത്തെ സൈറ്റ് സീയിങ് സംഭവങ്ങളെല്ലാം അന്ന് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഉടുപ്പിയിലെ ഫുഡ് ടൂറും എല്ലാ സംഭവങ്ങളും. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് നിങ്ങൾ കാണുന്നതൊക്കെ അടിപൊളിയല്ലേ. ഈയിടെ അങ്ങോട്ട് പെയിൻ്റ് അടിച്ചാണ് ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു എൻട്രൻസും പിന്നെ സൈഡിൽ ആ 2 വലിയ രഥം കിടക്കുന്നുണ്ടോ, സൂപ്പറല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് ചുറ്റിന് ഇതേപോലെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നൊന്നും തുറന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു വൈകിട്ടൊക്കെ ആകുമ്പോഴായിരിക്കും തുറക്കുന്നത്, കാരണം ഇന്ന് വ്യാഴാഴ്ചയും കൂടെ അല്ല. അപ്പോൾ എന്തായാലും വൈകിട്ടൊക്കെ ആകുമ്പോഴായിരിക്കും അമ്പലത്തിൽ ആൾ വരുന്നത്. നമുക്ക് അടിപൊളിയല്ലേ, സൂപ്പറല്ലേ രഥം കാണാൻ വേണ്ടിയിട്ട്. നൈസ്. ഇത് അമ്പലത്തിൻ്റെ വേറൊരു എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് സ്പോട്ടുണ്ട്. ഫുഡ് സ്പോട്ട് ഈ അമ്പലത്തിന് ചുറ്റിനുമായിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ അങ്ങനത്തെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ എല്ലാം ഒന്നും തുറന്നിട്ടൊന്നുമില്ല. ഇവിടെ ഒരു കട തുറന്നിട്ടുണ്ടെങ്കിൽ കയറാം. ഒരു മിത്ര സമാജം എന്ന കടയുണ്ട്. അവിടെ മാംഗ്ലൂർ ബൺസ് എന്നൊരു പൂരി പോലത്തെ, പൂരിയല്ല, ഒരു ബണ്ണ് പോലത്തെ ഒരു സാധനം. ഞാൻ അന്ന് ഇവിടെ വന്ന് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കിട്ടും, ഭയങ്കര ഫേമസ് ആണ് അത്. അങ്ങനെ കുറേ കടകളുണ്ട് ഈ ചുറ്റിനും, ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഭാഗത്തുള്ള ഫുള്ള് നല്ല ഒതൻറ്റിക് കർണാടക സ്റ്റൈല്, ഉടുപ്പി മസാല ദോശ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ ഭാഗത്ത് കിട്ടും. നല്ല ഒതൻറ്റിക്, ഇവിടുത്തെ പക്ക ഒരു ഒതൻറ്റിക് രുചി കിട്ടും. ഇതാണ് ഞാൻ ആ പറഞ്ഞ കട കേട്ടോ, മിത്ര സമാജ്. ഇവിടെ ആ സാധനം ഉണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കും. ഇവിടെ അതാണ് മെയിൻ സാധനം ഇവിടുത്തെ. ഇതാണ് ഞാൻ പറഞ്ഞ മാംഗ്ലൂർ ബൺസ് എന്ന സാധനം. ഇത് പൂരി പോലെ ഇത് വറുത്തെടുക്കുന്നൊരു സാധനമാണ്. ചെറിയൊരു മതിരിപ്പും ഭയങ്കര ആവി പറക്കുന്ന തൊട്ടപ്പം തന്നെ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ട്, നല്ല സാധനം. ഇത് ഈ ചമ്മന്തിയും കൂടെ മുഖ്യമാണ് ഇത് കഴിക്കേണ്ടത്. ചമ്മന്തിക്ക് നല്ല എരിവും ഉപ്പുമൊക്കെ ഉണ്ട്. ഈ ബൺസിന് ചെറിയൊരു മധുരിപ്പും എല്ലാം ഉണ്ട്. ചെറിയ മധുരിപ്പുണ്ട് ഈ ബൺസിന്. അപ്പോൾ ഈ മധുരിപ്പും ഈ എരിവും ഉപ്പും കൂടെ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി രുചിയാണ്. ഇതിന് ഈ ബൺസിന് 50 രൂപയാണ് ആയത് കേട്ടോ. 50 രൂപയാണ് ഈ 2 ബൺസിന്. ഇവിടെ ഈ നമ്മൾ ഈ കയറി ഇതേപോലെ തന്നെ ചെറിയ ഓരോ ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളി സാധനം കിട്ടും. പിന്നെ ഫുഡ് സ്പോട്ട് മാത്രമല്ല, ഇതേപോലെ കുറേ ഇതേപോലെ പലചരക്ക് കടകൾ, പിന്നെ ഇതേപോലെ പല സാധനങ്ങൾ വിൽക്കുന്ന കടകൾ നമുക്ക് കാണാൻ പറ്റും അമ്പലത്തിൻ്റെ ചുറ്റിനും. പിന്നെ ഇവിടെ വരുമ്പോൾ ഇതേപോലെ നല്ല ഒതൻറ്റിക് കർണാടക സ്റ്റൈല്, ഇവിടുത്തെ സ്റ്റൈല് ഈ പിക്കിള് കിട്ടും. നല്ല ടേസ്റ്റാണ്. ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ മാങ്ങ അച്ചാറുണ്ട്, മറ്റേ ടെൻഡർ മാംഗോ പിക്കിളും ഉപ്പിലിട്ട മാങ്ങയുടെ അച്ചാറൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ മംഗലാപുരത്ത് വരുമ്പോൾ മിക്കവാറും മേടിക്കാറുണ്ട്. കിടില സാധനമാണ്. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് മേടിച്ച് നോക്കാം. നമ്മുടെ ടൈപ്പ് അച്ചാറല്ല ഇത്, വേറെ ടൈപ്പ് ഒരു അച്ചാറാണ്. മറ്റേ കടുക് അരച്ചിട്ട് അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. നൈസാണ് ഇവർ അച്ചാർ. ഈ ഉടുപ്പി കൃഷ്ണക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഇവിടെ ഒരു അമ്പലം കാണാവേ. ഇത് ഞങ്ങളുടെ കാസ്റ്റ് ഉണ്ടല്ലോ, മറ്റേ ഗൗഡസാരസ് ബ്രാഹ്മിൻസ്, അവരുടെ ഒരു ക്ഷേത്രമാണ്. ഇത് ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രമാണ്. അതാണ് ഈ കാണുന്നത്. അകത്താണ് അമ്പലം. അപ്പോൾ അമ്പലം തുറന്നിട്ടൊന്നുമില്ല. അമ്പലം മിക്കവാറും ഒരു 5:30-6 മണിയാകും തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അമ്പലം. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി തിരിച്ചു പോകുന്ന ഉടുപ്പിയിൽ നിന്നാണ് ട്രെയിന്. രാത്രി 9:30-ക്കുള്ള നമ്മുടെ കേരള സമ്പർക്ക് ക്രാന്തിയാണ്. അപ്പോൾ അതിപ്പോൾ 2 മണിക്കൂർ ലേറ്റാണ്. ഗോവ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയേക്കും. ഇപ്പോൾ സമയം 7 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ വണ്ടി വരെ ലേറ്റ് ആവും എന്തായാലും. അതുവരെ പോസ്റ്റാണ് ഇവിടെ. സമ്പർക്രാന്തിക്ക് പിന്നെ മംഗളം ഉണ്ടായിരുന്നു, പക്ഷേ മംഗളം എടുത്തില്ല. മംഗളം കാരണം ഈയിടെയൊക്കെ ലേറ്റ് ആയതുകൊണ്ട് എടുത്തില്ല. അതുപോലെ ടിക്കറ്റും ഇല്ലായിരുന്നു മംഗളയ്ക്ക്. സമ്പർക്രാന്തിക്കായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത്. ഇവിടെ ഉടുപ്പിയിൽ കറങ്ങാൻ വരുന്നവർക്ക് ഇവിടെ സ്റ്റേഷനിൽ സ്മാർട്ട് ലഗേജ് ലോക്കറുണ്ട്.
അപ്പോൾ എനിക്ക് ബാഗ് വേണമെങ്കിൽ ഇതിനകത്ത് വെച്ചിട്ട് പോകാം. ഉടുപ്പി സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അടിപൊളിയാണ്. ഇവിടെ ഫുള്ള് ഷെൽട്ടർ ഇട്ടിട്ടുണ്ട് ഇവർ കേട്ടോ. നേരത്തെ ഷെൽട്ടറൊന്നും മൊത്തമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ ബൈൻഡൂർ കണ്ട പോലത്തെ ഒരു വെയിറ്റിംഗ് ഹോളും ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഇപ്പം ഉണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് സ്റ്റേഷൻ. ഇപ്പോൾ അടിപൊളിയായി. ഇവിടെ ഉടുപ്പിയിൽ മടുകാവ് ഭാഗത്തേക്ക് ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ടോ. അതിൻ്റെ ലോക്കോ നിങ്ങൾ കേട്ടോ WDG4ഉം WDG4D ആണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഹൂബ്ലിയോ അല്ലെങ്കിൽ വേറെ ഒരു സെറ്റ് ആയിരിക്കും. ഏത് സെറ്റാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് ബോക്സിനാണ് ഗുഡ്സ് ട്രെയിൻ കണ്ടോ. മറ്റേ കൽക്കരിയൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് ഗുഡ്സാണ്. പൂനെ ഷെഡിൻ്റെ ലോക്കോസ് ആണ് കേട്ടോ. പൂനെയുടെ WDG4Dയും WDG4ഉം ആണ് ലോക്കോസ്. അപ്പോൾ അതിവിടെ കിടക്കുവാണ്. മിക്കവാറും ക്രോസിക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തെങ്കിലും വണ്ടി വരാനുണ്ടാവും. ഈ സാമാനത്തിൻ്റെ ശബ്ദം കേട്ടിരിക്കാൻ എന്ത് രസമല്ല, എന്ത് അടിപൊളി സൗണ്ടല്ലേ. അതൊക്കെ ഇങ്ങനെ വെറുതെ കേട്ടോണ്ടിരിക്കാൻ ഒരു വൈബാണ് കേട്ടോ. ഇങ്ങനെ ജും 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 എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് കിട്ടില്ല സാധനമല്ലേ. നല്ല ഇജാതി പവറാട്ടോ. ഒടുക്കത്തെ പവറാണ് ഈ WDG4നും WDG4Dക്കൊക്കെ. കിട്ടില്ല പവറാണ്. നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മുംബൈ LTT പോകുന്ന ഗരീബ് രഥ് എക്സ്പ്രസ് ഇവിടെ 40 മിനിറ്റ് നേരത്തെ വന്ന് കയറുകയാണ്. ഇതിൻ്റെ സമയം ഇവിടെ 9:38. ഇത് 9 മണി ആയപ്പോഴേ ഇവിടെ വന്ന് കയറുക കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന വണ്ടിയുടെ കാര്യം അങ്ങനെ പറഞ്ഞില്ല. തിരിച്ചു പോകുന്ന വണ്ടി നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബുക്ക് ചെയ്യുമ്പോൾ നോക്കി വേണം എടുക്കാൻ. കാരണം ഒരുപാട് അത് സമയം കാലം നോക്കി വേണം എടുക്കാൻ. അതായത് വിൻ്റർ സമയത്തൊക്കെ ആണെങ്കിൽ കഴിവതും ഈ ഡൽഹി ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ ബുക്ക് ചെയ്യാതെ വേറെ ഏതെങ്കിലും ഗുജറാത്തിൽ നിന്നോ എവിടെ നിന്ന് വരുന്ന വണ്ടികൾ ബുക്ക് ചെയ്യുക. അതുമല്ല തിരിച്ച് വരുന്ന വണ്ടികളാണെങ്കിൽ കൊങ്കൺ വഴി വരുന്ന വണ്ടികളാണെങ്കിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എത്ര മണിക്കൂർ ലേറ്റ് ആവുന്നു. അപ്പം ഒരു സൗകര്യപ്രദമായ സമയത്ത് ഇപ്പോൾ ഒരു 6 മണിക്ക് ആ വണ്ടി ഉള്ളെങ്കിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ലേറ്റ് ആവുമെന്ന് കരുതി വേണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അതുകൊണ്ട് അനുസരിച്ച് വേണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം ബുക്ക് ചെയ്തിരിക്കുന്നത് കേരള സമ്പർക്ക് ക്രാന്തിക്കാണ്. മംഗളയ്ക്ക് വേണം എടുക്കാമായിരുന്നു. മംഗളം ലേറ്റ് ആവുമെന്ന് എഴുതിയിട്ടാണ് ഞാൻ സമ്പർക്ക് ക്രാന്തിക്ക് എടുത്തത്. പക്ഷേ രണ്ടും വലിയ ലേറ്റ് ഇല്ലായിരുന്നു. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നിന്ന് മൂകാംബിക്ക് പോകുന്ന വണ്ടി എന്തായാലും ഏകദേശം ഓൺ ടൈം എത്തും. പക്ഷേ തിരിച്ചുള്ള വണ്ടി ഓൺ ടൈം എത്തുമില്ലെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന നിങ്ങളുടെ ടൈമിങ്ങിന് സ്യൂട്ടാവുന്ന വണ്ടി നോക്കിയിട്ടാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി. അത്യാവശ്യം ബഫർ ടൈം ഇട്ടേക്കണം. കാരണം ഇത് ലേറ്റ് ആവാൻ സാധ്യതയാണ്. എപ്പോഴും ഒന്നും ഓൺ ടൈം വരത്തില്ല. കൊങ്കൺ റെയിലും അല്ല അറിയാമല്ലോ. അപ്പോൾ സമ്പർക്ക് ക്രാന്തി ഇപ്പം കുന്താപുര കഴിഞ്ഞു. ഒരു അരമണിക്കൂർ വേണം, അതിന് മുന്നേ വരും. അതാ നമ്മുടെ കേരള സമ്പർക്ക് ക്രാന്തി വരുന്നുണ്ട് കേട്ടോ. ഏതോ WP7 ലോക്കോ ആണ്. നമ്മൾ പോകുന്ന സെക്കൻഡ് AC-ക്കാണ്. ഗാസിയാബാദിൻ്റെ ലോക്കമാണ് കേട്ടോ. ഗാസിയാബാദ് WP7. ഫുള്ള് അഴുക്കും ചെളിയാണ് കേട്ടോ. ഇനി AC ഒക്കെ എങ്ങനെ ഉണ്ടാവുമോ എന്തോ. സ്ലീപ്പറൊക്കെ ഫുള്ള് ശോകമാണ്. എൻ്റെ ദൈവമേ, വിവേക് പോലുണ്ട് കണ്ടാൽ. നമ്മുടെ കോച്ച് ഇതാണ് കേട്ടോ. ഇത് ഏത് വർഷം ഉണ്ടാക്കിയതെന്ന് കാണുന്നൊന്നുമില്ല. സൈഡ് ലോറാണ് ബർത്ത് 11. ഈ സമ്പർക്ക് ക്രാന്തി ഇടയ്ക്ക് വെച്ചിട്ട് 2-2.5-3 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. ഇപ്പം ഇത് 1 മണിക്കൂർ ലേറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ മംഗലാപുരം ആകുമ്പോൾ ഇത് കറക്റ്റ് ഓൺ ടൈം എത്തും. അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് ലേറ്റ് ആവും, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ മംഗലാപുരം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 11:45 എത്തിയാൽ മതി. നമ്മൾ 11:25 ആയപ്പോഴേ എത്തി കേട്ടോ. 20 മിനിറ്റ് നേരത്തെ നമ്മളെത്തി. ഇനിയിപ്പോൾ 11:50 നമ്മൾ ഇവിടത്തുള്ളൂ. ഇവിടുന്ന് ഒരു രസകരമായ കാര്യം പറയട്ടെ. അതായത് നമ്മുടെ മുന്നിൽ മംഗള എക്സ്പ്രസ് ഉണ്ട്. മംഗള എക്സ്പ്രസ് 7:30 റേഞ്ചിലാണ് എറണാകുളത്ത് തന്നെ. ഇത് 8 മണിക്ക് എത്തും എറണാകുളത്ത്. അപ്പോൾ ഈ മംഗള എക്സ്പ്രസ് രാവിലെ നിസാമുദ്ദീനിൽ നിന്ന് പുറപ്പെടുന്നത് 5:30-ക്കാണ്. ഈ വണ്ടി നിസാമുദ്ദീൻ പാസ് ചെയ്ത് പോകുന്നത് ഉച്ചയ്ക്ക് 1:30-ക്കാണ്. അതായത് എത്ര മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്? 8 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. പോരെ 8 മണിക്കൂർ ഡിഫറൻസിൽ ഓടി വരുന്ന വണ്ടിയാണ് കേരളത്തിലെത്തുമ്പോൾ. കേരളമല്ല, അതിന് മുന്നേ ആയിട്ട് ഇത് വാലയാവും പോരെ. അപ്പോൾ ഈ കേരള സമ്പർക്ക് ക്രാന്തിയുടെ സ്റ്റോപ്പും റൂട്ടും മറ്റേ വണ്ടിയുടെ റൂട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. എന്തുമല്ലേ, ഈ വണ്ടിക്ക് സ്റ്റോപ്പ് വളരെ കുറവാണ് സമ്പർക്ക് ക്രാന്തി. എനിക്കെല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിൽ കയറിയ പിന്നെ ആകെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശ്ശൂർ, എറണാകുളം വരെ അത്ര സ്റ്റോപ്പേ ഉള്ളൂ. ഈ വണ്ടി അറിയോ, കിടിലം വണ്ടിയാണ്. മംഗള നല്ലപോലെ ലേറ്റ് ആണെങ്കിൽ, അതായത് ഈ സമ്പർക്ക് ക്രാന്തിയുടെ തൊട്ട് മുന്നിൽ വരുവാണെങ്കിൽ സമ്പർക്ക് ക്രാന്തി ഓവർടേക്ക് അടിക്കും. അങ്ങനെയാണ് പതിവ്.
സമ്പർക്രാന്തി ആയിരിക്കും എന്നിട്ട് ആദ്യം പോകുന്നത്. എൻ്റെ കോച്ചിൽ അവിടെ എല്ലാവരും കിടന്നു, അതാണ് ഞാൻ അകത്തൊന്നും കാണിക്കാത്തത്. എൻ്റെ 11 സൈഡ് ലോറാണ്, 2ാമത്തെ റോയിലാണ്. വണ്ടി ഫുള്ളാണ് കേട്ടോ, വണ്ടി എല്ലാം ഒറ്റ സീറ്റ് പോലും വേക്കൻ്റ് അല്ല, ഫുള്ളാണ്. സമയം ഇപ്പോൾ രാവിലെ 6:15. നമ്മുടെ KSK പക്ക ഓൺ ടൈം തന്നെയാണ്, ഒരു ഡിലേയും ഇല്ല. രാവിലെ നല്ല അടിപൊളി മഴയാണ്, പക്ഷെ കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര ഇരുട്ടാണ്. നേരെ വെളുത്ത് വരുന്നുണ്ട്, ഒന്നും കാണുന്നില്ല കേട്ടോ. രാത്രി വെടിയും പോകുകയും ഒരു രക്ഷയില്ല, കിടിലും പോക്ക രാത്രി. മംഗളയാണെങ്കിൽ തൊട്ട് മുന്നിലുണ്ട്. ഈ സാധനം രാത്രി ഒരു രക്ഷയില്ല, എന്തോ പോക്ക പോയെന്ന് പറയും രാത്രി. കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ മഴ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം ചെറിയൊരു മഴയേ ഉള്ളൂ. തൃശ്ശൂർ വെച്ച് നല്ല കിടിലം മഴയായിരുന്നു, പക്ഷെ ആ സമയത്ത് ഇരുട്ടായിരുന്നു. ഇപ്പം നേരെ വെളുത്ത് വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ നെല്ലായി സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 6:20 തൃശ്ശൂരിൽ നിന്ന് വിട്ടാണ്. ശരിക്കും സ്റ്റോപ്പില്ലാത്ത വണ്ടികൾക്ക് ഒരു മണിക്കൂർ അടുപ്പിച്ച് മതി. നമ്മളിപ്പോൾ സമയം 6:36. ഇപ്പോൾ ഇരിഞ്ഞാലക്കുട എത്തി. ശരിക്കും 7:30 എത്തിക്കാം. ഇവർ 7:30 എത്തിക്കുമെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. ഇതിൻ്റെ എറണാകുളത്ത് സമയം 7:55. എപ്പോൾ എത്തുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ അതിന് മുന്നേ എത്തിക്കുമായിരിക്കും. നമ്മളിപ്പോൾ ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ എല്ലാം മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളി ക്ലൈമറ്റാണ് രാവിലെ. സൂപ്പർ അല്ലേ? നമ്മളെവിടെ അങ്കമാലി ചവിട്ടിരിക്കുകയാണ്. തൊട്ട് മുന്നിൽ മംഗള കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ തൊട്ട് മുന്നിൽ മംഗള ഉണ്ടെന്ന്, അതിപ്പോൾ എടുത്തു. അതിൻ്റെ തൊട്ട് മുന്നിൽ ഷൊർണൂർ എറണാകുളം ഒരു മെമു ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും വാലയാണ് ഈ പോകുന്നത്. ഒരു ഇൻഡിഗോ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ നോക്കിയേ. പക്ഷെ അങ്ങോട്ടാണ് ടേക്ക് ഓഫ്, ഇങ്ങോട്ടായിരുന്നെങ്കിൽ കിട്ടിയായിരുന്നു. ഇത് അങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ. എനിക്ക് തോന്നുന്നു അതവിടെ നിർത്തിയോണ്ട് മിക്കവാറും ഏതിലും പറഞ്ഞ് ലാൻഡ് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് അതവിടെ നിർത്തിയിട്ടിരിക്കുക. ലാൻഡ് ചെയ്യുന്നത് കിട്ടിയാൽ കൊള്ളാം, പക്ഷേ ഇത് നമ്മുടെ വണ്ടി അവിടെ നിർത്തണം. ലക്ഷണം തൊട്ട് നമ്മൾ നിർത്തുമെന്ന് തോന്നുന്നു, നോക്കാം. ഇല്ല കേസ് ഒന്നുമില്ല, അതുകൊണ്ടിട്ട് അത് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. സമ്പർക്രാന്തി ആക്ച്വലി ആലുവ സ്റ്റോപ്പില്ല, പക്ഷേ ഇവിടെ ചവിട്ടും തോന്നുന്നു. കാരണം ഫ്രണ്ടിൽ മംഗളം ഉള്ളതുകൊണ്ടേ ഇത് മിക്കവാറും ഇവിടെ ചവിട്ടും. ആലുവ സ്കിപ്പാണ്. ഇത് തൃശ്ശൂർ ഇട്ടാൽ പിന്നെ എറണാകുളത്തിലുള്ളൂ സ്റ്റോപ്പ്. സമയം 7:30. നമ്മളങ്ങനെ ഇവിടെ കളമശ്ശേരി കൊണ്ട് പിടിച്ചിട്ടിരിക്കണം. ഞാൻ പറഞ്ഞത് ഇതിന്റെ സമയം 7:55. അപ്പോൾ ആ ടൈമിൽ കയറ്റിയാൽ മതി എറണാകുളത്ത്. ഇത് ഒരുപാട് ഓടി എത്തി, ഒരുപാട് നേരത്തെയാണ്, അതാണ് ഈ കൊണ്ടിട്ടേക്കുന്നത് ഇവിടെ എടുക്കേ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മിക്കവാറും ഇവിടെ നോർത്തിൽ ചവിട്ടുമെന്ന് തോന്നുന്നു, പോക്ക് കണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ജംഗ്ഷനിൽ ഇറങ്ങാം. ഞാൻ ഉദ്ദേശിച്ച പോലെ ഇവിടെ എറണാകുളം ടൗണിൽ നമ്മുടെ സമ്പർക്രാന്തി ചവിട്ടി, അതുകൊണ്ട് ഇവിടെ ചാടി ഇറങ്ങി. കുറേ പേര് ചാടി ഇറങ്ങി ഇവിടെ കേട്ടോ, കാരണം പോകാൻ എളുപ്പമല്ലേ. അങ്ങനെ ഉടുപ്പി യാത്രയൊക്കെ ആയിരുന്നു. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിടിലൻ യാത്ര വീഡിയോ അടുത്ത ദിവസം കാണാം. ബൈ.